സ്റ്റാർ ഹെൽത്ത് ക്ലെയിമുകൾ റിജക്ട് ചെയ്തു പറഞ്ഞിട്ട് ഒരുപാട് പരാതികളൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ സ്റ്റാർ ഹെൽത്ത് നമ്മുടെ ക്ലയൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, പോളിസീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ നമുക്ക് ജെനുവിനായിട്ട് വന്ന ഒരു ക്ലെയിം പോലും റിജക്റ്റ് ആയിട്ടില്ല. നമ്മളെല്ലാ ക്ലെയിമുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെയുള്ള എല്ലാ ക്ലെയിമുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് റിജക്ഷൻ വരുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയപ്പോൾ, നമ്മൾ ആൾക്കാരുടെ അടുത്ത് റിജക്റ്റ് ആയ ആൾക്കാരുടെ ഡോക്യുമെൻ്റ് പരിശോധിച്ച് നോക്കിയപ്പം ഭൂരിഭാഗം കാര്യങ്ങൾ അറിയാണ്ട് ഇൻഷുറൻസ് എടുത്തതിൻ്റെ റീസണാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, 1 മാസം, 2 വർഷം, 3 വർഷം എന്നീ കാലയളവിൽ വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിയാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് കഴിയാതെ ആ പർട്ടിക്കുലർ അസുഖത്തിന് നമുക്ക് ക്ലെയിം കിട്ടില്ല. കാരണം കൃത്യമായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് പോലെ കാണരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഏജൻസിനോടാണ് ഏജൻസി അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് വായിച്ച് നോക്കി മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഉപകരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പോലെ, ഒരു സർവീസ് വാങ്ങിക്കുന്ന പോലെ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.